പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തിനാ കേസ് എടുത്തത് എൻ്റെ മേലെ, എന്താ അതിൽ ഞാൻ പറഞ്ഞത് തെറ്റ്? ഞങ്ങൾക്കറിയാം അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞ കാര്യം 400-ലധികമായ ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞാൽ ഒരു മതം, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭക്ഷണം നമുക്കറിയാം. വേറൊരു കാര്യം, മണിപ്പൂരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 200-ലധികം ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചിരിക്കുക. അതിൻ്റെ മേലെ എന്ത് നടപടിയെടുത്തു? ആരാ ഉത്തരവാദിത്വം? അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചോ? ബിരേൻ സിംഗ് ഇല്ല. അവിടെ പ്രസിഡന്റ്സ് റൂൾ വന്നോ? ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയോ? ഇല്ല. അപ്പം ആരാ ഉത്തരവാദിത്വം? ഞാൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അപ്പം ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനത്തെ ഞാനൊരു സെക്യുലർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ആരും എതിരായിട്ട് പറഞ്ഞില്ല, ഒരു മതത്തിൻ്റെ എതിരായിട്ട് പറഞ്ഞില്ല. വേറെ എനിക്ക് ചോദിക്കാനുള്ളത്, 3 കൊല്ലം മുമ്പേ ഉത്തരാഖണ്ഡിന് ധരം സൻസദ് പറഞ്ഞിരിക്കുക ദേ ഷുഡ് ബി ജനസൈഡ് ഓഫ് ദ മുസ്ലിംസിന് എല്ലാവരെയും കൊല്ലണം. അതിൻ്റെ മേലെ എന്തെങ്കിലും നടപടി എടുത്തോ? ആരെ ഉത്തരവാദിത്തം അതിനെടുത്തത്? ആരുമല്ല. പിന്നെ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, രാവും പകലും രാത്രിയും CPM നേതാവ് ഇങ്ങനത്തെ സംസാരം പറയുന്നുണ്ട്. എന്തുകൊണ്ട് കേരള പോലീസ് അവരെ മേലെ നടപടി FIR ഇടാത്തത്? എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വകുപ്പിടാത്തത്? എനിക്കറിയണം. എന്തുകൊണ്ട് കേരള പോലീസ് ഷമാ മുഹമ്മദ് നരേന്ദ്രമോദിന്റെ എതിരായിട്ട് സംസാരിക്കുന്നത്, ഫാസിസത്തിന്റെ എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിന്റെ എതിരായിട്ട് നടപടിയെടുക്കുന്നത്? അപ്പോൾ ഇത് നിങ്ങൾ കേരള പോലീസിനോട് ചോദിക്കണം. കേരള പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ്. കേരളയിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയനോട് പ്ലീസ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അതല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ CPM നേതാവ് രാവും പകലും രാത്രിയും ഇത് പറയുന്നുണ്ട്. അവരെ മേലെ എന്തുകൊണ്ട് FIR ഇല്ലാത്തത്? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പിൻവലിക്കൂല ഒന്നും. എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുക, ഡറോ മത്, പേടിക്കരുത്. എനിക്ക് ഒരു പേടിയില്ല. ഞാനൊന്നും പിൻവലിക്കാനും പോകുന്നില്ല. ഇല്ല, ഇതിൽ ഞാൻ ഒരു കേസില്ല. അവരിട്ടത് വകുപ്പിൽ ഞാൻ എന്താ കമ്മ്യൂണൽ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നത്? അത് എവിടെയാണുള്ളത്? ഞാൻ ഒരു മതത്തിൻ്റെ എതിരായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കുക. അതിൻ്റെ മേലെ ആരാ ഉത്തരവാദിത്തം എടുത്തത്? എനിക്കറിയണം. എന്ത് നടപടി എടുത്തത്? ആരാ ജയിലിൽ പോയത്? ആദ്യം അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ചില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയില്ല? BJP നേതാവിന്റെ പരാതിയിൽ പെട്ടെന്ന് കേസെടുത്തത് BJPയെ അല്ല, അത് ഞാനൊന്നും പറയുന്നില്ല. അത് അവരോട് ചോദിക്കണം. BJP നേതാവ് ഒരു കേസിടുന്നു, വേഗം ഷമാ മുഹമ്മദിന്റെ മേലെ FIR. ഞാൻ ചോദിക്കുന്നു, ഈ BJP നേതാവുകൾ എന്തുകൊണ്ട് CPM നേതാവിന്റെ എതിരായിട്ട് കേസിടുന്നില്ല? അവർ രാവും പകലും രാത്രിയല്ല ഇത് പറയുന്നത്. അത് നിങ്ങൾ ആരോടും ചോദിക്കരുത്. ഈ മൈക്കെടുത്തിട്ട് പിണറായി വിജയന്റെ അടുത്ത് പോകണം. അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന്റെ കീഴിലാണ് കേരള പോലീസ്. അവരോട് പോയി ചോദിക്കണം. അദ്ദേഹം മറുപടി പറയണം.